നമസ്കാരം. പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഓട്ടോ, ടാക്സി, ലോറി, ബസ് തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ഗുരുതരമായ ആരോപണം. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ബോർഡിൻ്റെ ഔദ്യോഗിക രേഖകളാണ് ഈ അഴിമതി വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. കണക്കുകൾ പ്രകാരം 2025 മാർച്ച് 31 വരെ ബോർഡിൻ്റെ പക്കൽ 2684.99 കോടി രൂപയുടെ വലിയ നിക്ഷേപമുണ്ട്. എന്നാൽ 2024-2025 സാമ്പത്തിക വർഷത്തിൽ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളായി വിതരണം ചെയ്തത് വെറും 82.56 കോടി രൂപ മാത്രമാണ്. അതായത് ആകെ തുകയുടെ വെറും 3.07% മാത്രമാണ് തൊഴിലാളികൾക്ക് ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ ബോർഡിലെ തട്ടിപ്പുകളെക്കുറിച്ച് അടിയന്തര വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് മനോജ് കോട്ടയും മുഖ്യമന്ത്രി വി ഡി സതീശനും വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണ്. ബോർഡിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായ തൊഴിലാളി വഞ്ചനയാണ് കാണാൻ സാധിക്കുന്നത്. ഫണ്ടിൽ 2685 കോടിയോളം രൂപ ഉണ്ടായിട്ടും തൊഴിലാളികളുടെ അസുഖം, വിവാഹം, കുട്ടികളുടെ പഠനം, മരണാനന്തര സഹായം എന്നിവയ്ക്കായി 2023-2024 വർഷത്തിൽ ചെലവഴിച്ചത് വെറും 13.3 കോടി രൂപ മാത്രമാണ്. സ്വന്തം തൊഴിലാളികൾക്ക് പണം നൽകാത്ത ബോർഡ് നിയമങ്ങൾ കാറ്റിൽ പറത്തി മറ്റു പല സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ രഹസ്യമായി വായ്പ നൽകിയിട്ടുണ്ട്. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് മാത്രം ബോർഡിൽ നിന്നും 2000 കോടി രൂപയാണ് വായ്പ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ തുക വായ്പയായി തുടരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പലിശയോ നിബന്ധനകളോ പുറത്തുവിട്ടിട്ടില്ല. ഇതിനു പുറമെ കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിന് 140 കോടി രൂപയും വായ്പ നൽകിയിട്ടുണ്ട്. ആരുടെ അനുമതിയോടെയാണ് തൊഴിലാളികളുടെ പണം ഇങ്ങനെ വകമാറ്റി വായ്പ നൽകിയതെന്ന് വ്യക്തമല്ല. മറുഭാഗത്ത് ബോർഡിന്റെ ദൂർത്ത് കാരണം ഭരണച്ചെലവിലുണ്ടാകുന്ന നഷ്ടം വർഷം തോറും വലിയ തോതിൽ കൂടുകയാണ്. 2023-2024 വർഷത്തിൽ 32.02 കോടി രൂപയായിരുന്ന ഭരണനഷ്ടം വെറും ഒരു വർഷം കൊണ്ട് 13 കോടി വർദ്ധിച്ച് 2024-2025 45.01 കോടി രൂപയായി കുതിച്ചുയർന്നു. ഒരു വർഷത്തെ ആകെ ഭരണച്ചെലവായ 47.66 കോടി രൂപയിൽ ഓഫീസ് വാടകയായി 1.19 കോടിയും വക്കീൽ ഫീസും നിയമച്ചെലവുമായി 3.54 കോടിയും പദ്ധതി ബോധവൽക്കരണത്തിനായി 13.67 ലക്ഷം രൂപയും ചെലവഴിച്ചതിലാണ് അഴിമതി ആരോപിക്കുന്നത്. കൂടാതെ മുൻ വർഷങ്ങളിലെ നികുതി കുടിശ്ശിക എന്ന പേരിൽ 28.83 കോടി രൂപയുടെ പുതിയൊരു ബാധ്യതയും അക്കൗണ്ടിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എല്ലാം ചേർത്താൽ 46 കോടിയിലധികം രൂപയുടെ അസ്വാഭാവിക ബാധ്യതയാണ് ഇപ്പോൾ കണക്കിലുള്ളത്. ഭരണച്ചെലവിലുണ്ടായ ഈ 45 കോടിയുടെ വൻ നഷ്ടം നികത്താൻ വേണ്ടി മോട്ടോർ തൊഴിലാളികളെ നിർബന്ധിച്ച് പണം പിരിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. ക്ഷേമനിധി പണം അടച്ചില്ലെങ്കിൽ വാഹനങ്ങളുടെ ഫിറ്റ്നസോ ടാക്സോ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് RTO ഓഫീസുകൾ വഴി തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുകയാണ്. എന്നാൽ വെൽഫെയർ ഫണ്ട് അടച്ചില്ലെന്ന കാരണത്താൽ ഫിറ്റ്നസോ ടാക്സോ നിഷേധിക്കരുത് എന്ന് ഗതാഗത വകുപ്പിൻ്റെ വ്യക്തമായ ഉത്തരവുമുണ്ട്. ഈ സർക്കാർ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് പലയിടത്തും ഇപ്പോഴും പിരിവ് നടത്തുന്നത്. തൊഴിലാളികൾ കഷ്ടപ്പെട്ട് അടയ്ക്കുന്ന പണം അവർക്ക് നൽകാതെ വായ്പകളായും ഓഫീസ് നഷ്ടങ്ങളായും ദൂർത്തടിക്കുന്നത് കടുത്ത അനീതിയാണ്. അതിനാൽ അഴിമതി നിരോധന നിയമപ്രകാരം ക്രിമിനൽ കേസെടുത്ത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നത്.